മുൻ സൈനിക മേധാവി എം നരവനെയുടെ വിവാദ പുസ്തകം അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യം. സർക്കാർ അനുമതി നൽകും മുൻപാണ് പുസ്തകം അന്താരാഷ്ട്ര വിപണിയിലെത്തിയത്. പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ല എന്നായിരുന്നു പ്രസാധകരായ പെൻഗ്വിൻ ബുക്സിന്റെ വാദം. ഡി ധനസുമോദ് വിവരങ്ങളുമായി. ധനസുമോദ്, ഈ വാദം പൊളിഞ്ഞോ? ഇപ്പോൾ പെൻഗ്വിനാണ് നേരത്തെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നത്. അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നരവനയുടെ പുസ്തകം ഇതുവരെ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടില്ല. ഇത് പുസ്തക പേപ്പർ രൂപത്തിൽ മാത്രമല്ല, ഇതിനകം തന്നെ PDF രീതിയിലും ഇതിനകം തന്നെ പുസ്തകം പ്രചരിക്കുന്നുണ്ട്. ഇതും ശരിയല്ല. ഇത് ഔദ്യോഗികമായി പെൻഗ്വിൻ ഇന്ത്യ ബുക്സുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രചരണമാണ് നടക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രചരിപ്പിച്ചാൽ കേസെടുക്കും എന്ന് തന്നെയാണ് അവർ അറിയിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹി പോലീസ് കേസെടുക്കാനും FIR ഇടാനും തുടങ്ങി. പക്ഷേ പിന്നീട് ഡൽഹി പോലീസിന്റെ വിശദമായ ഒരു പരിശോധനയിലാണ് ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പുസ്തകം ഇതിനകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങിയിട്ടില്ല, പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെ ഈ പുസ്തകം ഇറങ്ങില്ല എന്നുള്ളൊരു കാര്യം പെൻഗ്വിനെ സമർത്ഥിച്ചുകൊണ്ട് നരവനെയും ഇതാണ് തന്റെ പുസ്തകത്തിന്റെ വിഷയത്തിൽ തന്റെ നിലപാട് എന്ന് സൂചിപ്പിച്ച് അദ്ദേഹം പെൻഗ്വിൻ ബുക്സിന്റെ തന്നെ റിലീസും ഔദ്യോഗികമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വാദങ്ങളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകം തന്നെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തിരിച്ചറിയുന്നത്. മാത്രമല്ല, ഇറങ്ങാത്ത പുസ്തകം രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ കിട്ടി, അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു BJP-ക്കാർ ഇതിനകം തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അവിടെ പാർലമെന്റിന്റെ ഉള്ളിൽ ഇതിനകം തന്നെ കാരവൻ മാഗസിൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഉയർത്തിക്കൊണ്ടായിരുന്നു വാദം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ അദ്ദേഹം പുസ്തകം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പാർലമെന്റിന്റെ വെളിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. ആ സമയത്തെല്ലാം പറയുന്നത് വ്യാജമായി സൃഷ്ടിച്ചെടുത്ത ഒരു പുസ്തകമാണ് എന്നുള്ളൊരു കാര്യമാണ് BJP-ക്കാർ പറഞ്ഞിരുന്നത്. ആ വിധത്തിലുള്ള എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് കാനഡയിലും ഓസ്ട്രേലിയയിലും അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ പുസ്തകം പുറത്തിറങ്ങി എന്നുള്ള ഒരു വിവരം തന്നെ ഡൽഹി പോലീസിന് കിട്ടുന്നത്. ഇതൊരു ഗൂഢാലോചനയാണോ എന്ന രീതിയിൽ അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ എം നരവനെ, മുൻ സൈനിക മേധാവിയുടെ വിവാദ പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നതെങ്കിൽ അങ്ങനെയല്ല, പുറത്തിറങ്ങിയെന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്.